നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് രാവിലെ നല്ല കേരച്ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കേരച്ചൂരയാണ്. മീനൊക്കെ വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നു. ഇനി അതിന് കറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര ബിസിയാണ്. ചേട്ടൻ പച്ചക്കറിയുടെ ലോഡുമായിട്ട് വന്നതേ ഉള്ളൂ. ഇനി അതെല്ലാം വണ്ടിയിൽ കയറ്റിയ ശേഷം പോകും. പിന്നെ കടയിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു ചേട്ടൻ. ബീഫ്, ചിക്കൻ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും രാവിലെ. ഞാനിപ്പോൾ കൊണ്ടുവച്ചത്. പിന്നെ അമ്മ ഓരോരോ ജോലിയായിട്ട് നടക്കുന്നു. ഏട്ടത്തി എല്ലാവരും ഓരോരോ ജോലിയിലാണ്. അപ്പ പറിച്ചിട്ട് എലി തിന്നോ? ഒടിഞ്ഞു പോയ? ഇത് നല്ല പാവലായിരുന്നു. ഉണ്ടൊരു പാവയ്ക്ക കിടക്കുന്നേ. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് കപ്പ വരണം. അത് ഒടിഞ്ഞ് മണ്ണ് ഇതായി കാണും. അവിടെ ഒരാൾ കപ്പ കിടക്കുന്നുണ്ട്. ഇത് മതിയോ? ഇത് പറക്കി ചാഞ്ഞ് കിടക്കുന്ന നട്ടേക്കുന്നതാണോ? അത് കമ്പ് കളയാതെ എടുത്ത് നടണ്ട. കുറച്ച് ദിവസമായി മഴയൊക്കെ പെയ്തിട്ട് മണ്ണെല്ലാം അതുകൊണ്ട് നല്ലതുപോലെ തറച്ചു പോയി. അതുകൊണ്ട് കപ്പ പറിച്ചിട്ട് നമുക്ക് പറിക്കുന്നതെല്ലാം അങ്ങ് ഒടിഞ്ഞൊടിഞ്ഞു പോകും. ഇതെവിടെ ഇരുന്നുണ്ടോ മാന്തി എടുക്കുകയാണ്. കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ കറി വെക്കാം. നല്ല കഷ്ണങ്ങളൊക്കെ എടുത്ത് മുളക് കറിയും വെച്ച് ബാക്കി എടുത്ത് പച്ചക്കറിയും വെക്കാനാണ്. തലക്കഷ്ണവും മുള്ളും ഒക്കെ എടുത്ത് നമുക്ക് പച്ചക്കറിയും വെക്കാൻ നോർത്താണ്. കടുകിടുന്ന ഡപ്പ എടുത്തപ്പോൾ കടുകിടപ്പ തുറക്കാൻ വയ്യ. കുറേ പാടുപെട്ടു. പിന്നെ തുണിയൊക്കെ എടുത്ത് ഞാൻ ഒരു വിധത്തിൽ ആ ഡപ്പ തുറന്ന് അങ്ങനെ ഒരു സൈഡിൽ മുളക് കറിക്കുള്ളതെല്ലാം സെറ്റായപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ കുറച്ച് തിരുമ്മി വെക്കുന്നുണ്ട്. പച്ചക്കറി വെക്കാനുള്ള തേങ്ങായും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. രാവിലത്തെ കാപ്പി നമുക്ക് പുട്ടും കടലക്കറിയായിരുന്നു. ഞാനിപ്പോഴത്തെ ഗ്യാസ് അടുപ്പിൽ നിൽക്കുന്നുണ്ട്. മീൻകറി അങ്ങനെ സെറ്റായപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിനാവി വന്നിട്ടുണ്ട്. പുട്ടിനാവിയൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഏട്ടത്തെ വിളിച്ചിട്ട് പറഞ്ഞു വടക്കേ റോട്ടിലോട്ട് വരുവാൻ ഒരു യൂട്യൂബറിനെ കാണാം.
അങ്ങനെ മീൻകറിയൊക്കെ പാതി വഴിയിലിട്ടിട്ട് ഞങ്ങൾ യൂട്യൂബറിനെ കാണാൻ പോയി. അങ്ങനെ അവരെയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മീൻകറി നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മീൻകറി ഇറക്കി. വൈകിട്ട് കടയിലേക്കുള്ള ദോശമാവ് നമ്മൾ വീട്ടിൽ തന്നെ അരച്ചാണ് കൊണ്ടുപോകുന്നത്. അമ്മ ദോശമാവ് അരച്ചോണ്ടിരിക്കുക. മിക്സിയുടെ സൗണ്ട് കാരണം പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ. കുറച്ച് മീനെടുത്ത് നമ്മൾ പച്ചക്കറിയും വെച്ച് കുറച്ച് മുളക് കറിയും വെച്ചിട്ടുണ്ട്. ഇത് കടയിലോട്ട് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല കപ്പ വേവിച്ചതും മീൻ കറിയും, മീൻ പച്ചക്കറി വെച്ചതാണ് കേട്ടോ. മീൻ പച്ചക്കറി വെച്ചതും നെല്ലിക്ക അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും